നമുക്കൊരു ബാധയുടെ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ബാധ മറ്റേ ശരീരത്ത് കയറി. വിവാഹന സമയത്ത് ഒരു ബാധനെ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എന്റെ ഹസ്ബൻഡും മറ്റൊരാളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തൊരു കർമ്മമാണ്. ഗംഗ വന്ന വീണ ഇടത്തില് നീ വായോ എന്ന് പറഞ്ഞു. അതൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. കാടാമ്പുഴ വനദുർഗാ ക്ഷേത്രം. കാടാമ്പുഴ. അതെ, അവിടെ വിഗ്രഹം ഇല്ലല്ലോ. എനിക്ക് കേൾക്കണേന് ആണിന്റെ ശബ്ദമാണോ പെണ്ണിന്റെ ശബ്ദമാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ശബ്ദം കേൾക്കാം. അത് കേട്ടപ്പോ ഞങ്ങൾ രണ്ടാളും പോയി സ്കൂട്ടർ എടുത്തിട്ട് അവിടെ പോയി അവിടെ നിന്നു. അന്നത്തെ രാത്രി ഒരു 2:30 സമയത്ത് എനിക്കൊരു സ്പർശനം ഉണ്ടായി. മാതാമൂർത്തി ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കയറാൻ പ്രവേശിക്കാൻ പറ്റില്ല. ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂവില് അമ്മ വന്ന സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു ബാധയുടെ ആക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ ബാധ മറ്റേ ശരീരത്ത് കയറി ഒരു കൈ തളർന്നു പോയി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ കൈയെല്ലാം ശരിയായിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതിപ്പോ നമ്മള് ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകള് അവരുടെ ആവാഹന സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ മതി. ഇപ്പൊ കഴിഞ്ഞ ഞാൻ അബാക് മീഡിയയുടെ നമ്മുടെ മീറ്റപ്പിൽ വരുമ്പോ എന്റെ കൈ ഒരു ഫ്രാക്ചർ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അവരുടെ പൂജ വെച്ചത് 18-ാം തീയതി ആയിരുന്നു. അപ്പോ 18-ാം തീയതി അല്ല, അവരുടെ പൂജ വെച്ചത് അതിനും 10 ദിവസം മുമ്പേ ആയിരുന്നു. അപ്പൊ അവരെന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടെന്ന് ഞാനൊന്ന് സ്ലിപ്പായി വീണു. ഇട്ടപ്പോ തന്നെ വീണു. അത് ഞാൻ അതിനെ കുറിച്ച് ബോധയിടുന്നല്ല. ഇവരെനിക്ക് പൈസ ഇടും, ഞാൻ ഉടനടി വീഴുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. അതിങ്ങനെ സ്ലിപ്പായി പോയി ഞാൻ എന്തോ ജോലി ചെയ്യുമ്പോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മറ്റൊരാളുടെ ഹോമത്തിന്റെ ഇത് വന്നു. അവർക്ക് പുലവാലായ്മ വന്നു വേറൊരാൾക്ക്. അപ്പൊ അവരുടെ ഡേറ്റിൽ ഇവരെന്നെ കയറ്റിയിട്ട് കൊടുത്തു 18-ാം തീയതി. ഈ 18-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് എന്നെ ആരോ തട്ടിച്ച പോലെ ഞാൻ വീണു. വീണപ്പോ ഈ കൈയിന്റെ എല്ലാം ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ പൊട്ടിയില്ല, മുട്ട് ഇടിച്ചു വീണ കാരണം ഇവിടെ ഒന്ന് ഇതായിട്ട് ക്രാച്ചായിട്ട് മേലെ കയറി നിന്നു. അതാണ് ബാഗ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു അനുഭവം മുമ്പേ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു ആവാഹന സമയത്ത് ഒരു ബാധനെ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് എന്റെ ഹസ്ബൻഡും മറ്റൊരാളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തൊരു കർമ്മമാണ്. അന്ന് അവര് തളർന്നു. അപ്പൊ അതിന് ഞാൻ എടുത്തപ്പോ ഞാനും ഒരു ഭാഗം തളർന്നു. അപ്പൊ ഈ ഒരു ബാധ എന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ആ സമയത്താണ് ഞാൻ തളരുന്നത്. അപ്പൊ ഭഗവതിയോട് ചോദിച്ചപ്പോ ഞാൻ ഒരാഴ്ചയൊക്കെ ഞാൻ സഹിച്ചെങ്കിലും ഞാൻ ഭഗവതിയോട് ചോദിച്ചു, എന്താ അമ്മ എനിക്ക് ഇങ്ങനെ വരാൻ കാരണം? അപ്പൊ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ബാധ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കേരളത്തിലൊരു ക്ഷേത്രമുണ്ട്, അത് ഗംഗ വന്ന് വീണ ഇടമാണ്. എന്റെ പേര് ഗംഗ എന്നാവാൻ കാരണങ്ങൾ കുറെ ഉണ്ട്. ഗംഗ വന്ന വീണ ഇടത്തില് നീ വായോ എന്ന് പറഞ്ഞു. അതൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഗംഗ വന്ന് വീണ ഇടം എവിടെയാന്ന് എനിക്കൊരു പിടിയില്ല. ഒരു ക്ഷേത്രത്തിലാണ് പറയണത്. കേരളത്തിലൊരു ക്ഷേത്രമാണ്. കേരളത്തിൽ അനവധി ദേവീ ക്ഷേത്രങ്ങളുണ്ടല്ലോ. എനിക്കിത് എവിടെ പോയി ഞാൻ തരയണം ഒരു പിടിയില്ല. അങ്ങനെ 6-7 വർഷം മുമ്പത്തെ കാര്യമാണ്. ഒരു പിടിയില്ലാതെ ഞാനിങ്ങനെ അസ്വസ്ഥമായിട്ടിരിക്കുക. അത് അമ്മോട് തന്നെ ചോദിക്കാൻ എനിക്ക് മടി. കാരണം എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഗംഗ വീണ ഇടത്തേക്ക് നീ വാന്ന് പറയുമ്പോ പിന്നെ എനിക്ക് അവിടെ ഒന്നും ചോദിക്കാനില്ല. ഇത് എവിടെയൊന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മൾ തമ്മിൽ സംസാരിക്കണ പോലെ അമ്മോട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിങ്ങനെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അപ്പൊ ഇവർക്ക് ഒരു ഇതുണ്ട്. ഇവരിങ്ങനെ ഈ ജ്യോതിഷ രത്നം ഇങ്ങനെയൊക്കെ ഇവർ വായിക്കും. എനിക്ക് ബുക്ക് വായിക്കണ ഒരു പരിപാടി ഇല്ല. പക്ഷെ ഇവരിങ്ങനത്തെ എപ്പോഴും വായിക്കും. വായിത്തല്ലേ ഉള്ളൂ, വായനയില്ലേ പുള്ളിക്കാരൻ. വല്ലപ്പോഴൊക്കെ എടുത്ത് നോക്കിയല്ലേ. അപ്പൊ 2011 ഇവര് വരുത്തിയ ഒരു ജ്യോതിഷ രത്നം എനിക്ക് കയ്യിൽ കിട്ടുമ്പോ 2019 എന്റെ കയ്യിൽ കിട്ടുകയാണ്. അത്രയും വർഷം മുമ്പത്തെ. ഇത് വെറുതെ സാധാരണഗതിയിൽ ഞാൻ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. വായന ഒന്നുമില്ല. പക്ഷെ അതൊന്ന് വെറുതെ എടുത്ത് നോക്കി വെക്കുമ്പോ ഗംഗ വീണ സ്ഥലം അതിൽ എഴുതിയേക്കാണ്. കൃത്യമായിട്ട് ആ പേജ് തന്നെ അങ്ങനെ തുറന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇതെനിക്ക് കിട്ടിയത്. ഞാൻ ഓടി ഇവരുടെ അടുത്ത് പോയിട്ട് ഗംഗ വീണ സ്ഥലം കാടാമ്പുഴ വനദുർഗാ ക്ഷേത്രം. കാടാമ്പുഴ. അതെ, അവിടെ വിഗ്രഹം ഇല്ലല്ലോ. അവിടെ ഭഗവതി, അതായത് നമ്മളുടെ മഹാദേവനും അർജുനനും തമ്മിൽ പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് ഒരു യുദ്ധം നടന്നപ്പോ ഇത് കണ്ടിട്ട് പരവശയായ പാർവതിക്ക് വേണ്ടിയിട്ട് മഹാദേവൻ ഗംഗേനെ വരുത്തി കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ അല്ലെങ്കിൽ പുരാണം പറയണത്. ഈ ഗംഗ വീണ ക്ഷേത്രം ഇതാണ്, കാടാമ്പുഴ വനദുർഗാ ക്ഷേത്രമാണ്. ഇവിടേക്ക് ചെല്ലാനാണ് എന്നോട് പറയണത്. ഞാൻ അങ്ങനെ ഇത് കണ്ടു. ഇത് കണ്ടപ്പോ ഞാൻ അങ്ങനെ രാത്രി ഗംഗ വീണ ഇടത്തിലേക്ക് നീ വാന്നാ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ വേറൊരു ക്ഷേത്രങ്ങളും ഇല്ല, ഇതാണ് ക്ഷേത്രം കാണിക്കണത്. ഞാൻ ചെന്നു. രാത്രി എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. രാത്രി നിന്ന് നിൽക്കുമ്പോ സത്രത്തില് നീ റൂം എടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ചെവിയിൽ അങ്ങനെയാണ് കേൾക്കുക. കാരണം അതിലാണോ പെണ്ണ് ശബ്ദമൊന്നുമില്ല. എനിക്ക് കേൾക്കണേന് ആണിന്റെ ശബ്ദമാണോ പെണ്ണിന്റെ ശബ്ദമാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ശബ്ദം കേൾക്കാം. അത് കേട്ടപ്പോ ഞങ്ങൾ രണ്ടാളും പോയി സ്കൂട്ടർ എടുത്തിട്ട് അവിടെ പോയി അവിടെ നിന്നു. അന്നത്തെ രാത്രി
ഒരു 2:30 സമയത്ത് എനിക്കൊരു സ്പർശനം ഉണ്ടായി. അപ്പൊ ഞാൻ ആ സ്പർശനം ഉണ്ടാവണാട്ടി മുമ്പേ ഞാനൊരു സ്വപ്നം, ഒരു മയക്കത്തില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ശരിക്കും ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് കൈവേദന കാണുമ്പോൾ ഞാൻ ശരിക്കും ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഈ മയക്കത്തില് ഇവർക്ക് ആക്സിഡന്റ് പറ്റി. ഞാൻ കാണുന്ന സ്വപ്നമാണ്, മയക്കത്തിലാണ്, അർദ്ധമയക്കത്തിലാണ്. ആ സ്വപ്നത്തിൽ ഇവർക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു കുളമാണ്, ആ വലിയ കുളത്തിലെടുത്ത് ചാടുക. ഈ ചാടിയ വശം എന്നിൽ നിന്ന് 3 രൂപങ്ങൾ ഉണ്ടായി. ഈ 3 രൂപത്തിലത്തെ ഒരു രൂപം നീന്തിയിട്ട് ഒരു കരയില് മൂലയിൽ പോയിരുന്ന ഈ കുളത്തിന്റെ, ബാക്കി 2 രൂപം കൂടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കുക. ആ സമയത്ത് ഒരാൾ ആകാശത്തുനിന്ന് ഒരു കാവ്യ വസ്ത്രധാരിയായ ഒരു നല്ല ആജാനുബാഹായ വെളുത്ത ഒരു പൂണൂലുധാരി വന്നിട്ട് ഈ 2 രൂപങ്ങൾ ഒന്നാക്കുകയാണ്. ഒരു പ്രായമുള്ള ഒരാളാണ്, മധ്യവയസ്കനും നല്ല പ്രായമുള്ള ആളാണ്. ഒരു 60-65 ഒക്കെ വയസ്സായുള്ള ഒരാള്, നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ, അധികം വണ്ണല്ലേ, അത് വെളുത്ത ഒരാള്. ഈ 2 രൂപങ്ങളും ഒന്നാക്കിയിട്ട് ഇനി നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേറി ഇങ്ങനെ വെള്ളത്തിന്റെ മേലെ കൂടെ ഞാൻ നടക്കണത്. ആ വെള്ളത്തിന്റെ മേലെ ഞാൻ വെള്ളത്തിൽ താന്നു പോയിട്ടുമില്ല, ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് താന്നു പോയിട്ടില്ല. ഞാൻ ചാടിയെങ്കിലും വെള്ളത്തിൽ പൊന്തിയിട്ടാ നിക്കണത്, ഇത്രയും ഭാഗം പൊന്തിയിട്ടാ. അപ്പൊ ഞാനിങ്ങനെ നടന്ന് കയറി പോകുമ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഒരു രൂപ അതായിരിക്കണു എന്ന് പറഞ്ഞു. ആ രൂപം നിനക്കിനി വേണ്ട എന്ന് പറഞ്ഞു. അതങ്ങനെയാ പോയത്, അല്ലാതെ ഞാൻ ബാധനെ ഒഴിവാക്കാൻ ഞാൻ പോകേണ്ട കാര്യമില്ല. അതായത് ഭഗവതിയായിട്ട് തന്നെ എന്നിൽ ആ ബാധനെ ഒഴിവാക്കിയത്. അപ്പൊ പിന്നീട് ആ ഭഗവതിയിൽ നിന്ന് ആ ബാധ പോയി, എന്നിൽ നിന്ന് ആ ബാധ പോയോ എന്ന് ഭഗവതിയോട് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം അത് തന്നെയാണ്. അതായത് നിന്നിൽ നിന്ന് ആ ബാധേനെയാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ ആ വെള്ളത്തിൽ തന്നെ ആ ബാധാരൂപം എന്റെ 2 മൂർത്തി, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിൽ 2 ദേവത ഇരിക്കുന്നുണ്ടെന്ന്. അതെന്റെ ഉപാസന ദേവത അല്ല, എന്റെ എന്നിലുള്ള ചൈതന്യാണ്. ഉപാസന ഞാൻ എവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആ ദേവതനെ 2 ഒന്നാക്കിയിട്ട് എന്നെ കയറ്റി വിട്ടു. ഈ ഒരു രൂപം അവിടെ പോയി. അപ്പൊ ബാധ മാറ്റി തന്നതും കാടാമ്പുഴ ഭഗവതിയാണ്. അന്ന് മുതൽ എല്ലാ മാസവും ഞാനൊരു, ചിലപ്പോ മാസത്തിൽ 2 തവണ പോവും, അല്ലെങ്കിൽ മാസത്തിൽ 1 തവണ പോവും. എല്ലാ മാസവും, ഈ മാസം വരെ, കഴിഞ്ഞ മാസം വരെ, ഇപ്പൊ ഈ മാസം പോയി വന്നു, അത് ഫെബ്രുവരി, ജൂൺ ആയിട്ടല്ലേ ഉള്ളൂ, പോയി അടുത്ത ആഴ്ച പോവും. എല്ലാ മാസവും പിന്നെ അമ്മയെ കാണാൻ പോകല് തുടങ്ങി. അത്ര, അതായത് ഏകദേശം 7 വർഷമായിട്ട് എല്ലാ മാസവും അമ്മയെ പോയി കാണാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. അപ്പൊ എനിക്കുള്ള ഒരു ബാധന അങ്ങനെയാണ്. അപ്പൊ പലരും പറയാറുണ്ട് എന്നിലും ബാധാമൂർത്തിയാണ്. ബാധാമൂർത്തി ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കയറാൻ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലെ ബാധയാണെങ്കിൽ നമുക്കത് ക്ഷേത്ര ചൈതന്യമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ക്ഷേത്ര ചൈതന്യത്തിലുള്ള എനർജി താങ്ങാൻ പറ്റില്ല ബാധയ്ക്ക്. ബാധയ്ക്ക് ബാധയുടേതായ അസ്വാരസ്യങ്ങൾ കാണിക്കും. ചില ബാധകളും ഒരാൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ പ്രേതാണ്, ഒരാൾ പ്രേത ശരീരമുണ്ട്, യക്ഷിയാണെങ്കിലും ദേവിയുടെ തന്നെ 64 യക്ഷിണി കലകളെ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ പ്രേത ദുരിതമാണെങ്കിലും ഒരാൾക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കും. പക്ഷെ ആ എനർജിക്ക് ഒരു ദൈവികമായ സാന്നിധ്യത്തിലേക്ക് പോകുമ്പോൾ വളരെ അസ്വസ്ഥത ആയിരിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിലുള്ള ദേവത ചൈതന്യമാണോ ബാധയാണെങ്കിൽ, ബാധ ചൈതന്യമാണെങ്കിൽ എനിക്ക് വേറെ വ്യത്യാസങ്ങളോ ഒട്ടനവധി ഉണ്ടായിരിക്കും എന്റെ ശരീരത്തില്. അതായത് സ്പിരിച്വൽ ലെവലിൽ എനിക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമ്മള് പുറത്തേക്ക് പറഞ്ഞാൽ ഇത് ആരും തന്നെ വിശ്വസിക്കത്തില്ല. തീർച്ചയാണ് മോനെ, അന്ധവിശ്വാസമാണ്. ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ കമന്റ് കണ്ടു, ഇതൊക്കെ ഞാൻ അന്ധവിശ്വാസം പറഞ്ഞു വരുത്തണം. ഇത്രയും ആൾക്കാർ, ഏകദേശം 10,000 പേര് അബാക് മീഡിയ കണ്ടിട്ട് എന്നെ വിളിച്ചത്. 500-1000 പേർക്ക് ഞാൻ റീഡിങ് എടുത്തോളെങ്കിലും 10,000 പേര് എന്നെ വിളിച്ചത് ഞാൻ അന്ധവിശ്വാസമാക്കി കൊടുത്തിട്ടാണോ? ഇത്രയും പ്രശ്നമാണ്, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് അമ്മേ, ഉടനടി ഗംഗാമയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയണത്, ഗംഗാമയായിട്ട് സംസാരിക്കാൻ ഇത്രയും ആൾക്കാരായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്റെ പാഷൻ താരമാണ്. താരം എന്റെ പ്രൊഫഷനും കൂടിയിട്ടാണ്. സ്പിരിച്വലും പാഷനും രണ്ടാണ്. ഞാൻ നല്ലൊരു ഓൺട്രപ്രണറാണ്. ചില ആൾക്കാർ വീഡിയോയിൽ ചോദിച്ചു, നിങ്ങളിപ്പോ ബിസിനസ് നിർത്തിയോ, സോപ്പ് ഉണ്ടാക്കൽ നിർത്തിയോ, ഹെയർ ഓയിൽ ഉണ്ടാക്കൽ നിർത്തിയോ എന്നൊക്കെ. ഒരു പക്ഷെ മോനക്ക് ഇതൊന്നും അറിയണ്ടാവില്ല, ഞാൻ നല്ലൊരു ഓൺട്രപ്രണറാണ്. എന്റെ അബീസ് ബസലി എന്നുള്ള പേരിൽ എനിക്കൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. അതിൽ ഹെർബൽ പ്രൊഡക്റ്റുകൾ 50-ലേറെ സോപ്പുകൾ ഞാൻ നിർമ്മിച്ചിരുന്നു. 50 തരം ഹെർബൽ പ്രൊഡക്റ്റ്, ഹാൻഡ് മെയ്ഡ് സോപ്പ് ഞാൻ നിർമ്മിച്ചിരുന്നു. ഷാമ്പു കേരളത്തിന് വെളിയിൽ നോർത്ത് ഇന്ത്യയിലേക്ക് 100 ലിറ്റർ ഷാമ്പു എല്ലാ മാസവും കയറ്റി വെച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് എന്റെ പ്രൊഡക്റ്റിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അറിയാലോ, കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ഹെർബൽ പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന്. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, അത് മാത്രമല്ല, ഞാനൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ അങ്ങേ അറ്റത്തെ തല വരെ പോയി പഠിച്ചിട്ടാണ് ഞാൻ അതിന് നിൽക്കുള്ളൂ. അതിപ്പോ ടാറാണെങ്കിലും അതെ, ഇപ്പൊ ബിസിനസ് ആണെങ്കിലും അത്, സ്പിരിച്വൽ ആണെങ്കിലും അതെ. അപ്പൊ ഞാൻ ഇതിന്റെ ഫോർമുലകളെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി.
അപ്പൊ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി വെക്കുമ്പോൾ ഞാൻ 1500 രൂപയാണ് ഞാൻ വാങ്ങിയിരുന്നുള്ളൂ. ഫ്രീ ആയിട്ട് കുറച്ച് പേർക്ക് പഠിപ്പിച്ചത് വേറെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പൊ 1500 രൂപ, 999 രൂപ, 1500 1500ന്റെയും 700ന്റെയും 900, അങ്ങനെ ഈ ഫോർമുല കിട്ടാൻ തന്നെ 10-25,000 രൂപ കൊടുക്കണം. പക്ഷെ ഇത് കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് സോപ്പ്, നമ്മുടെ പിയേഴ്സ് പോലത്തെ ട്രാൻസ്പെറന്റ് സോപ്പാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അത് ഞാൻ ചെയ്യുമ്പോൾ എന്റെ നന്മ മനസ്സിലാക്കാതെ എന്നെ ഇങ്ങോട്ട് ഇതാക്കാൻ വന്നപ്പോ ഞാൻ അതും നിർത്തി. കാരണം ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ 10-40 പേർക്ക് സ്റ്റുഡൻസിന് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോയി. അതായത് സോപ്പ് ഉണ്ടാക്കല്, ഷാമ്പു ഉണ്ടാക്കല്, എല്ലാം ബേസ് കേട്ടോ, അല്ലാതെ ഉണ്ടാക്കലല്ല, ബേസ് ഉണ്ടാക്കാൻ. ഈ ബേസ് ഉണ്ടെങ്കിലല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഫോർമുല, ബേസിന്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ. അപ്പൊ പിന്നെ ഓൾറെഡി ഫോർമുല ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവർക്ക് നോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അത് എടുക്കാനാണല്ലോ, എഴുതാനാണല്ലോ, അല്ലെങ്കിൽ നോട്ട് എഴുതാനാണല്ലോ ഇവര് വരുന്നത്. അപ്പൊ നോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയപ്പോ ഞാൻ അതോടുകൂടി നിർത്തി. ഞാൻ ചെയ്യണ നന്മാരും കണ്ടില്ല. എനിക്ക് ഒരാൾക്ക് 25,000 രൂപ കിട്ടും. ആ സാധനമാണ് ഞാൻ 40 പേർക്ക് ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് അവരെനിക്ക് തന്നത് 4,000 രൂപയാണ്. അതായത് ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ 4,000 രൂപയാണ് അവരെനിക്ക് തന്നത്.